നാളത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ശുദ്ധമുള്ള യോഹന്നാൻ 6:35 മുതൽ 46 വരെയാണ്. അതിലിപ്രകാരം പറയുന്നു. വചനം 35 ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാൾ ദാഹിക്കുകയുമില്ല. അതിന് യഹൂദന്മാർ വിമർശിക്കുകയും വില കുറച്ച് കാണുകയും അതിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അറിവും പഠിപ്പും തിരുവചനത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായിരുന്നിട്ടും യേശുവിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയും ക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അവനെ വിമർശിക്കുന്നു. നമ്മൾ പലപ്പോഴും ഉയർന്ന സാമൂഹിക പശ്ചാത്തലമുള്ളവരും ഉന്നത കുല ജാതകരും സഭാപാരമ്പര്യമുള്ളവരും വിവിധ തുറകളിൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരും ആയിരിക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പരിപൂർണമായി കേൾക്കുവാൻ മനസ്സില്ലാത്തവരുമാണ്. പലരെയും മുൻവിധിയോടെ കാണുന്നതും പല സാമൂഹിക പ്രശ്നങ്ങളും ഉരുവാകുന്നതും ഇത്തരം മുൻവിധികളും മറ്റുള്ളവരെ കേൾക്കുവാനുള്ള മനസ്സില്ലാതെയും ഞാൻ പറയുന്നത് മാത്രം നടപ്പാകണമെന്ന് പിടിവാശിയുള്ളവരൊക്കെയുമാണ്. ക്രിസ്തു സ്വയം മറ്റുള്ളവർക്ക് പോഷണമായി തീരുവാൻ, ജീവനുണ്ടാകുവാൻ, അപ്പമായി മുറിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുകയാണ്. മറ്റുള്ളവരെ വിമർശിച്ചും താഴ്ത്തിക്കെട്ടിയും ആരെയും വളർത്തുവാനോ ജീവൻ നൽകുവാനോ മോട്ടിവേഷൻ കൊടുക്കുവാനോ കഴിയുകയില്ല. സ്വയം മുറിച്ചു നൽകുവാൻ ക്രിസ്തുവിനെ പോലെ തങ്ങളുടെ ആത്മീയ മണ്ഡലത്തിൽ സേവനവും അർപ്പണ മനോഭാവവും മുറിച്ചു നൽകുന്നതും ആകൊണ്ട് സ്വയം വേദനിക്കുകയും ആ വേദനയെ നെടുവീർപ്പില്ലാതെ നിർവൃതി ആസ്വദിക്കുവാൻ പോലെ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ക്രിസ്തുവിനെ പോലെ മുറിക്കപ്പെടുവാനും മുറിക്കപ്പെട്ടവളും ജീവൻ നൽകുന്നവനും ആയിത്തീരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.